ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മമ്പളി മാമനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ സ്റ്റീവിന് വേണ്ടി നമ്മളിതാ ഒരു കുഞ്ഞു കാറ്, അത് ഒരു ഓഫ് റോഡർ വണ്ടി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കാറ് വെച്ചിട്ട് ഇന്ന് വലിയ കയറ്റം കയറി നോക്കണം, അതേപോലെ കുണ്ടിലും കുഴിയിലും ചാടിക്കണം, പിന്നെ എവിടെയൊക്കെ പോകാൻ പറ്റും അവിടെയൊക്കെ ഒന്ന് പോയി നോക്കണം. പിന്നെ ഇതിന്റെ ബാറ്ററി ബാക്കപ്പ് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഈ വലിയൊരു കയറ്റം കയറാൻ പോവാണ് കേട്ടോ. വീഡിയോയിൽ എന്തുമാത്രം നിങ്ങൾക്ക് വ്യക്തമാവുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും ഇത് അത്യാവശ്യം നല്ലൊരു ഹെവിയായ കയറ്റം തന്നെയാണ്. ഇതിൽ 3 സ്പീഡ് വരുന്നുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. അതിനെ നമ്മളൊരു ഗിയറായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. അതായത് സെക്കൻഡും തേർഡും സ്പീഡ് എനിക്ക് ഇടേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ ഈ വലിയൊരു കയറ്റം കയറി കഴിഞ്ഞു ഗൈസ്. അതുപോലെ തന്നെ വണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് വളരെ സ്ലോ ആയിട്ട് തന്നെ നമുക്ക് ഇറക്കാൻ പറ്റും. വണ്ടി ചെന്ന് കല്ലിലോ മതിലിലോ ഇടിക്കുമെന്ന ഒരു ടെൻഷനും വേണ്ട. എന്റെ പൊന്നുമക്കളെ, വണ്ടി ഒരു രക്ഷയില്ല, മാരകമെന്ന് തന്നെ പറയാം. ഈ വലിയൊരു കയറ്റമാണ് സിമ്പിളായിട്ട് പുല്ല് പോലെ പുഷ്പം പോലെ ഈ വണ്ടി കയറിപ്പോയത്. ഇനി നമുക്കിവനെ ഒന്ന് ഓഫ് റോഡ് ചെയ്യാം. കമോൺ. ഓഫ് റോഡിങ്ങിന് മുമ്പ് നമുക്ക് ഈ വണ്ടി ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ ഈ കാണുന്നതാണ് വണ്ടി ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ബട്ടൺ. തൊട്ടപ്പുറത്തായി കാണുന്നത് ലൈറ്റിന്റെ മോഡ് ചേഞ്ച് ആക്കാൻ വേണ്ടിയും അതിന് താഴെയായി കാണുന്നത് പുറകിലോട്ടും മുൻപിലോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനും വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് ഇടതുവശത്തായി കൊടുത്തിരിക്കുന്നത് വാഹനം മുന്നോട്ടും പിന്നോട്ടും പോകാനുള്ള സ്വിച്ചുകളാണ്. സ്റ്റിയറിംഗിലേക്ക് വരികയാണെങ്കിൽ വലതുവശത്തായിട്ട് ഹോണും ഇടതുവശത്തായിട്ട് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒരു പെൻഡ്രൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് നിങ്ങൾക്ക് ഇതിൽ പ്ലേ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് സൗണ്ട് കൂട്ടാൻ പറ്റും, വോളിയം കൂട്ടാൻ പറ്റും. ഇതിന്റെ ലൈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ 2 മോഡുകളാണ് വരുന്നത്. ഒരെണ്ണം നോർമൽ ഹെഡ്ലൈറ്റ്, രണ്ടാമത്തേത് ബ്ലിങ്കർ ആണ്. അതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കത് ഓഫ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓഫ് റോഡ് ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നത് അത്യാവശ്യം മോശമില്ലാത്ത ഒരു കുഞ്ഞു ഓഫ് റോഡാണ്. നമുക്ക് നോക്കാം ഈ വണ്ടി എങ്ങനെയാണ് ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നതെന്ന്. ഗൈസ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ വണ്ടി കിളച്ചിട്ട പറമ്പിലൂടെയും വരമ്പിലൂടെയും പുല്ലിലൂടെയും ഒക്കെ ഓടിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് ഇവൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുട്ടികളെ, അപ്പോൾ കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു കയറ്റം കിട്ടിയിട്ടുണ്ട്. വണ്ടിക്ക് കയറാൻ കുറച്ച് പാടുപെടും. അപ്പോൾ നമുക്ക് ഇവനെ എങ്ങനെയെങ്കിലും അതിനെ മുകളിലേക്ക് കയറ്റി വിടാൻ നോക്കാം. ഓക്കെ, നമ്മളത് കയറിയിരിക്കുകയാണ്. അത് പിന്നിരിക്കുകയാണ്. യെസ്, വലിയൊരു മല കയറിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആശാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടില്ല. അവൻ നല്ല രാജാവിനെ പോലെ വണ്ടിയുടെ പുറത്ത് കയറി ഇരിക്കുകയാണ്. കൊച്ചുകുട്ടിയല്ലേ, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം പഠിക്കാനായി. കാറിനൊക്കെ പോകണം, വണ്ടിയുടെ ബോഡിയിലൊക്കെ പോകണം.
അത്യാവശ്യം കുറച്ച് ഹെവിയും റിസ്ക്കുമായിട്ടുള്ള ഒരു പാറക്കെട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? ഇനി അതിൻ്റെ മുകളിലൂടെ നമ്മൾ ആ വണ്ടിയെ കയറ്റി ഓടിക്കാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റീവേ റെഡിയാണ്. നമ്മളത് ആ ഓഫ് റോഡ് നമ്മൾ അംഗീകരിച്ചിരിക്കുകയാണ്, ചെയ്യാൻ പോകണം. ഓക്കെ, റെഡി? അയ്യാ മോനെ, ഈ സീന്, ഈ പാറ കെട്ട് വരെ ഇത് മറികടന്ന് നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വണ്ടി വേറെ ലെവൽ വണ്ടി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവരെ സന്തോഷിപ്പിക്കുക. കുട്ടികളെ, അടുത്തതായി ഞാൻ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് പറയാം. 6 മണിക്കൂർ നിങ്ങൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മണിക്കൂർ സുഖമായിട്ട് കളിക്കാൻ പറ്റും. ബാറ്ററി തീർന്നു പോകുമെന്നോ ചാർജ് തീരുമെന്നോ ഒരു ടെൻഷനും വേണ്ട. 2 മണിക്കൂർ നിങ്ങൾക്ക് മസ്റ്റായിട്ടും കിട്ടും. പേരൻസിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നിങ്ങൾ അടുത്തില്ലാത്ത സമയത്ത് ഒരിക്കലും ഒരു കാരണവശാലും കുട്ടികളെ തനിച്ചതുപോലെ പോകാൻ അനുവദിക്കാൻ പാടില്ല. ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. കൂടുതൽ റിസ്ക്കുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോകാൻ പാടില്ല. ഞാനിവിടെ എല്ലാ സേഫ്റ്റിയോടും കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ 4x4 എന്ന ഈ കൊച്ചു വാഹനം എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകുമെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. കുട്ടികളെ, അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഓഫ് റോഡ് വണ്ടി? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിന് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ബൈ.